നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അലീന രോഹിത്തുമായിട്ട് സംസാരിക്കുകയാണ്. അലീനയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രോഹിത്തിനെ ഇങ്ങനെ വീട്ടിൽ നിർത്തിയിട്ട് കാര്യമില്ല, അവനെ കോളേജിലേക്ക് പറഞ്ഞു വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അലീന രോഹിത്തിനെ മുറിയിലേക്ക് വിളിപ്പിച്ച് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നീ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, കോളേജിൽ പോണം. നിന്റെ ഭാവി അത് വെറുതെ ഇല്ലാതാക്കരുത്. ഒരു വർഷം പോയിട്ടുണ്ടേ പോയതല്ലേ. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അലീനേച്ചി അത് നടക്കില്ല, എനിക്ക് കോളേജിൽ പോകാൻ പറ്റില്ല. ഞാൻ കുട്ടികളുടെ മുഖത്ത് എങ്ങനെ നോക്കും? എല്ലാവരും എന്നെ കളിയാക്കി ചിരിക്കില്ലേ? അത് മാത്രമല്ല, ഒരു പക്ഷേങ്കിൽ ഇനി ഞാൻ കോളേജിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പളും ബാക്കി ടീച്ചേഴ്സൊക്കെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നേ? അതൊന്നും സാരമില്ലടാ, ആദ്യത്തെ കുറച്ച് പ്രശ്നങ്ങളോ കാണുള്ളൂ. ആദ്യം എല്ലാവരും ചിലപ്പോൾ കളിയാക്കി ചിരിച്ചെന്നിരിക്കും, എന്തേലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നിരിക്കും. നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? നമ്മൾ തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കാം. നിനക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രോഹിത് പറഞ്ഞു, വേണ്ട അലീന ചേച്ചി, ശരിയാകത്തില്ല. ആ കോളേജിലേക്ക് എനിക്കിനി പോകാൻ പറ്റില്ല. ഒരു പക്ഷേങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പഴയതുപോലെ തന്നെ ആ കോളേജിൽ ഇങ്ങനെ പഠിക്കാനോ അതിനൊന്നും പറ്റില്ല. എനിക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ ക്ലാസ്സിൽ. ഒരു വർഷം എൻ്റെ പോയിക്കോട്ടെ, എന്നാലും സാരമില്ല. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇതുപോലും കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ടെന്നറിയാവോ? ഇതിപ്പം നീ തെറ്റ് ചെയ്തിട്ടില്ലോ. ഒരു പക്ഷേ നീ കോളേജിലേക്ക് പോവാതിരുന്ന് നിന്റെ പഠിപ്പ് മുടക്കിയിട്ടുണ്ട്. ആർക്ക് പോയി? കോളേജിലുള്ളവർക്ക് പോയോ? ആർക്കും പോയില്ല. നിന്നെ കളിയാക്കുന്നവർക്ക് പോയോ? നിനക്ക് മാത്രം പോയിരിക്കുന്നേ. നിന്റെ ഭാവിയെ പോകുന്നേ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്ക്, നീ കോളേജിലേക്ക് പോ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനോ ഞാനോ ഞങ്ങൾ ആരെങ്കിലും നിന്റെ കൂടെ വരാം. ഒന്നൊന്നുകൂടെ സംസാരിച്ചു നോക്കാം. അത് ശരിയാവത്തില്ല. രോഹിത്ത് എത്രയാന്ന് പറഞ്ഞാൽ അടുക്കുന്നുണ്ടായിരുന്നില്ല. അലീന കുറേയൊക്കെ ഉപദേശിച്ച് നോക്കി. അലീന പറഞ്ഞു, നീ തീരുമാനിക്കുക, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ ചെറിയ കുട്ടിയൊന്നുമല്ല, പ്രായം പക്വതയായ ഒരാളല്ലേ. അപ്പം നിനക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. നീ ചിന്തിച്ച് നോക്കിയിട്ട് ഉചിതമായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ എടുക്ക്. വെറുതെ വീട്ടിലിരുന്ന് മുഷിയുന്നേക്കാളും നല്ലതല്ലേ. അങ്ങനെ കുറെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഒടുവിൽ രോഹിത് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ശിവശങ്കരൻ വരുന്നത്. ശിവശങ്കരൻ വന്ന് വൈജയന്തിയെ കാണുന്നുണ്ട്. വൈജയന്തി ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു. രാത്രി ശിവശങ്കരനെ ഉറക്കിയിട്ടില്ല. ഫോൺ വിളിച്ചിട്ട് വായി വന്ന് എല്ലാം വിളിച്ചു പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ നിനക്കൊരു ശ്രദ്ധയില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ശിവശങ്കരൻ രാവിലെ തന്നെ വരുന്നത്. ശിവശങ്കരൻ വന്ന് വൈജയന്തിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് വൈജ പറഞ്ഞു, ഇത്രയും ദിവസമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിൽക്കുന്നുണ്ടോ? ഗംഗേട്ടനും ശിവേട്ടനും കൂടെ ചേർന്നിട്ടാണല്ലോ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ. എന്നിട്ടോ നിങ്ങൾ അങ്ങോട്ട് പൊടിയും തട്ടി പോവുകയും ചെയ്തു. എനിക്കിവരുടെ സുഖമാണോ, ഞാൻ തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ? ശിവശങ്കരൻ പറഞ്ഞു, അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ ആവശ്യമുണ്ടോ? നീ നിന്റെ വീട്ടിലല്ലേ നിൽക്കണേ, പിന്നെ ഇത് എന്തിനാ ഞങ്ങളൊക്കെ അന്വേഷിക്കണേ? ഇതായിപ്പം നന്നായത്. ഇതെൻ്റെ വീടാ ആയിരുന്നു കുറെ കാലം മുമ്പ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇതെൻ്റെ വീടൊന്നുമല്ല, ഇത് അവളുടെ, അലീനയുടെ. അവളാണ് ഇവിടെ അധികാരം സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിവിടെ വെറും അടിമ പോലെയാ. അല്ലെങ്കിലും എനിക്കിപ്പോൾ എന്താ വിലയുള്ളേ? ഇവിടെ വില മുഴുവൻ അവൾക്കല്ലേ. അവൾ പറയുന്നതാണ് ഇവിടെ വേദവാക്യം. എൻ്റെ മക്കൾ പോലും അവളോടൊപ്പം. നേരത്തെ കൃഷ്ണ മാത്രം അവളുടെ ചൊൽപ്പടിക്ക് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം രോഹിത്തും ബബിത എല്ലാവരും അവളോടൊപ്പം. എനിക്ക് എന്താ വില ഇവിടെ? ഒരു പട്ടിയുടെ വില പോലും ഇല്ല. ശിവശങ്കരൻ പറഞ്ഞു, എടി നീ തന്നെയല്ലേ നിന്റെ വില കളയുന്നേ? ഈ പറയുന്ന രോഹിത്തും ബബിതെ ഒക്കെ അലീനയുടെ ഭക്ഷണം ചേരുന്നുണ്ടെങ്കിൽ നീ സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്ക്. തെറ്റ് ആരുടെ ഭാഗത്താണ്? നിന്റെ ഭാഗത്താ തെറ്റ്. അത് നീ ഇതുവരെയായിട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നിന്റെ കുഴപ്പം. ഇപ്പൊ ശിവേട്ടനും ഗംഗേട്ടനും എല്ലാം അവളുടെ ഭാഗത്താണല്ലോ. ഞാൻ എന്ത് പറഞ്ഞാലും അതെല്ലാം കുറ്റം. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി. ബാലൻ തന്നെ എന്നോട് നേരെ ചൊവ്വൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ മക്കൾ പോലും എന്നോട് സംസാരിക്കാൻ വരാറില്ല. എനിക്കൊരു വിലയും തരുന്നില്ല. എന്തേലും ചോദിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കടിച്ചു തിന്നാൻ വരുന്ന പോലെ തർക്കുത്തരം തന്നെ പറയണത്. എടീ, ബാലേന്ദ്രൻ നിന്നോട് സംസാരിച്ചുകൊണ്ട് വരുന്നില്ല നീ പറഞ്ഞു. പക്ഷെ അപ്പം നീ ഒരു കാര്യം ചിന്തിക്കണം. നിനക്ക് അങ്ങോട്ട് ഒന്ന് സംസാരിക്കാലോ. ഇച്ചിരി താണ് കൊടുത്തോർത്തുണ്ട് ഒന്നും സംഭവിക്കില്ല വൈജയ്. എപ്പോഴും ഞാൻ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ആ ധാഷ്ട്യം ഉണ്ടല്ലോ, അത് വേണ്ട. അതങ്ങോട്ട് എടുത്ത് മാറ്റുവാണെങ്കിൽ കുടുംബ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോവും.
ഈ പറയുന്ന നീയും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അതെ അതെ, ഇനിയിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. ബാലേന്ദ്രനെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരവിഹിത സന്തതിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയിക്കോണെന്ന്. 2 ആഴ്ചത്തെ സമയം അവൾ ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് പനിയാണ് പോലും. അവളെ ശുശ്രൂഷിക്കാനായിട്ട് ഇവിടെ മത്സരവാ, അച്ഛനും മക്കളും കൂടെ ചേർന്നിട്ട്. അതൊന്ന് കണ്ട കാഴ്ച തന്നെയാ. ശിവേട്ടനോട് നിന്ന് നോക്ക്, അപ്പോഴറിയാം. ശിവശങ്കരൻ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പിത്തന്ന അവളല്ലേ. അവൾക്കൊരു വയ്യായിക വരുമ്പോൾ അവർ നോക്കിയാൽ എന്താ? പിന്നെ നോക്കുന്നു പോലും. രോഹിത്തിനെ പോലും അവൾ കറക്കിയെടുത്തു. വൈജയ്, ദൈവത്തെ ഓർത്ത് നീ ഇങ്ങനെ ഈ പണ്ടാരക്കെട്ടഴിച്ച് വിടല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ. ഹരിയെ എങ്ങനെ പുറത്തിറക്കണം എന്നറിയത്തില്ല. അത് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുക. രോഹിത്ത് പുറത്തിറങ്ങിയല്ലോ, അത് അലീന കാരണമെന്നാ പറയണേ. അത്രയെങ്കിലും ഉപകാരം അവളെ കൊണ്ടുണ്ടായി. പക്ഷെ ഇപ്പോഴും ഹരി അകത്ത് തന്നെയാ. ഹരിയെ പുറത്തിറക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയെ കൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നീ ഓരോ പൊല്ലാപ്പുണ്ടാക്കല്ല. അവിടെ കമലയാണെങ്കിലോ മനുഷ്യന് മനസമാധാനം തരത്തില്ല. ഏതു നേരം ഓരോന്നൊക്കെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നിനും കൊള്ളരുതാത്തവനെന്നും പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ഭ്രാന്ത. അപ്പോഴേക്കും വൈജു പറഞ്ഞു, ഞാനായിരിക്കും ഭ്രാന്തിന് കാരണം. എന്താണെങ്കിലും എനിക്ക് ഇവിടെ നിൽക്കാനോ യാതൊരു താല്പര്യമില്ല ശിവേട്ട. ഞാൻ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചു. പോയിക്കോ, അവസാനം നീ തന്നെ അനുഭവിക്കും. നിനക്ക് തന്നെ പറ്റുന്നേ, അല്ലാതെ ഇവിടെ വേറെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ പോയിട്ടുണ്ടെങ്കിൽ എന്താ, അവസാനം നിനക്ക് തന്നെ കിട്ടും. നിന്റെ മക്കൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. നിന്റെ ഇഷ്ടപ്രകാരം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിലേക്ക് പിന്നെ തിരിച്ചു കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ബാലേന്ദ്രൻ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ശിവശങ്കരനും കൂടി പറഞ്ഞു. അതിനുശേഷമാണ് ബാലേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നേ. ബാലേന്ദ്രൻ മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് സംസാരിക്കണ സമയത്ത് ശിവശങ്കരൻ ബാലേന്ദ്രനോട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ബാലേന്ദ്ര. ഹരിയെ പുറത്തിറക്കണമെങ്കിൽ ആ ശരണി പറയണം. കാരണം അവന് ജാമ്യം കിട്ടണമെങ്കിൽ അവനിപ്പോൾ പോക്സോ കേസിലെ പ്രതിയാണ്. 2 വർഷം മുമ്പ് അവളെ അവന് ഉപദ്രവിച്ചിട്ടില്ല എന്ന് അവൾ കോടതിയിൽ പറഞ്ഞാൽ മാത്രം അവന് ജാമ്യം പോലും കിട്ടത്തുള്ളൂ. എങ്ങനെയെങ്കിലും അലീനയോടൊന്ന് പറയാൻ പറ്റുമോ? അലീന ഒരു പക്ഷെ പറയുവാണെങ്കിൽ ശരണിനെ കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ അവള് പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ കുടുംബത്തിലുള്ള ആർക്ക് സഹായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അല്ല, ഞാൻ അറിഞ്ഞായിരുന്നു, വൈജു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണ്യയുടെ അമ്മയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പം പിന്നെ അവളെ എങ്ങനെയായാലും ഒന്ന് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുവാണെങ്കിൽ, അവൾ കോടതി പറയുവാണെങ്കിൽ ഹരി പുറത്തിറങ്ങൂലോ. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞേ ഈ 2 വർഷം മുമ്പ്. ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശിവേട്ടനറിയാലോ. ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ ശരണ്യോട് അവൾ രോഹിത്തിനെ പോലും പുറത്തിറക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ എന്താ അവളോട് എന്ന് പറയുക? ശിവേട്ടൻ വേണം സംസാരിച്ചു നോക്ക്. ഞാൻ സംസാരിച്ചുകൊണ്ട് ഗുണമുണ്ടെന്ന് തോന്നില്ല. പിന്നെ വന്ന സ്ഥിതിക്ക് പറഞ്ഞേക്കാം, പെങ്ങളിവിടെ വന്നതിന് ശേഷം ഏതോ അന്യഗ്രഹത്തിൽ പോയി ജീവിക്കുന്ന പോണക്ക അവളുടെ ധാഷ്ട്യം കുറേയൊക്കെ ഞാൻ സഹിക്കും. സഹിയിട്ട് കഴിയുമ്പോൾ ഇപ്പം എൻ്റെ മക്കൾ പോലും അവൾക്ക് ഏറെ തിരിയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ അതിനേക്കാളും വലിയ ടെൻഷനിലിരിക്കുക. ഇനിയിപ്പോൾ അവളുടെ ഭാഗം എന്താണെന്ന് ചെയ്യട്ടെ, അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് ശിവശങ്കരൻ പോകാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. അലീനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ശിവശങ്കരന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അലീനയുടെ അതിനെക്കുറിച്ച് പറയാനായിട്ട്. എങ്ങനെ പറയും? അവൾ എങ്ങനെ എടുക്കും? ഒരുപക്ഷെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് തന്നോട് ദേഷ്യം തോന്നുക. രോഗത്തിന് പോലും വേണ്ടി പോലും അവൾ സംസാരിക്കത്തവളാ. അപ്പം പിന്നെ ഹരിക്ക് വേണ്ടി സംസാരിക്കുമോ? എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് കരുതിയിട്ട് അലീനയോടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അലീന അപ്പം തന്നെ അതിനുള്ള ഉത്തരവും കൊടുത്തു. അതെ അങ്കിളെ, പറയുന്നുണ്ടോന്ന് തോന്നരുത്. എനിക്ക് ശരണ്യയോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. അങ്കിളിനറിയാലോ, അവൾ അനുഭവിച്ച വേദന അവൾക്ക് അറിയുള്ളൂ. രോഹിത്ത് ചിലപ്പോൾ 2 വർഷം മുമ്പ് അവളെ ഉപദ്രവിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴ് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടുന്നേ. പിന്നെ അവൾക്ക് എന്താ പറയണമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അവൾ പറയട്ടെ, ഞാൻ അവളോടൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ശിവശങ്കരൻ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് മടങ്ങണേ. പിന്നീട് അലീന ബാലേന്ദ്രനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലേന്ദ്രനെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. തലേ രാത്രിയിൽ വൈജയന്തി തൻ്റെ മുറി വന്ന് കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനെല്ലാം കേട്ട് ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നിയത്. അച്ഛാ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. 2 ആഴ്ചയെ ഞാൻ സമയം കൊടുത്തിരിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അല്ലേലും ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട്
ഇനിയിപ്പം മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ നിൽക്കണേ. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് മാഡത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോയി കൊടുത്തേക്കാം. അല്ലെങ്കിലും ഞാനിവിടെ നിൽക്കത്തില്ല, ഒരാളെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഇവിടെ ഉള്ളത് കൊണ്ടാ ഇപ്പം ഈ ബാലേന്ദ്രൻ്റെ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ കുഴപ്പമില്ലാതെ. നീയും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ ഈ കുടുംബം മുന്നോട്ട് പോകും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് മാത്രമാണോ? നിനക്കറിയാലോ, നീ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ പിന്നെ ഞാൻ ഒന്നും നോക്കത്തില്ല, സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അങ്ങനെ അവളെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അലീന പറഞ്ഞു, എന്താ അച്ഛ എങ്ങനെയൊക്കെ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ പറ. അച്ഛാ, ഞാനിവിടെ ഉണ്ടെങ്കിൽ മാഡത്തിനിവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാലോ. അത് അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോ. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് മാത്രം മതി. ഞാൻ ഇവിടുന്ന് ഇറങ്ങും, അധികം വൈകാതെ തന്നെ, 2 ആഴ്ചയെ സമയമുള്ളൂ. ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല, നിനക്കറിയാലോ. പിന്നെ ബാലേന്ദ്രൻ്റെ സ്വഭാവം ഇതൊന്നും ആയിരിക്കില്ല. നീ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇങ്ങനെ. അതെല്ലാം കേട്ടിനിപ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അലീന പറഞ്ഞു, അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തോ. അച്ഛന് പറയാൻ ആഗ്രഹമെങ്കിൽ പറഞ്ഞോ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞു തീർക്കുക. എല്ലാത്തിനും ഒരു അവസാനം വേണമല്ലോ. എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? പക്ഷെ ഞാനിവിടുന്ന് ഇറങ്ങിയതിന് ശേഷം മതി. അതിനുശേഷം അച്ഛൻ പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ചോ എന്നാൽ അലീന പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ബാലേന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. കാരണം ബാലേന്ദ്രൻ അറിയാം, അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ താൻ വെറുതെ ഇരിക്കില്ല. അലീന കുറേ സമയം ആലോചിച്ചെടുത്ത തീരുമാനമാണ് വീട് വിട്ട് ഇറങ്ങണമെന്ന്. ആ വീട്ടിൽ ഇനി നിന്നിട്ടുണ്ട് ശരിയാകത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കഥകളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.